ഈ ഒരു ഐറ്റം ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ബീഫ് റോസ്റ്റ് ആണെന്ന്. പക്ഷേ ഇത് ബീഫ് റോസ്റ്റ് അല്ല, ഇത് നമ്മുടെ മുരുവിറച്ചി റോസ്റ്റാണ്. നമ്മൾ മുരുവിറച്ചി വാങ്ങിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണിത്. മുരുവിറച്ചിയിലെ വേസ്റ്റ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇതിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് വയറിനൊക്കെ പ്രശ്നം വരും. അങ്ങനെ നമ്മൾ മുരുവിറച്ചി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുരുവിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി എണ്ണ ഒഴിച്ച് കടുവിട്ട് ഉള്ളി സവാള ഇട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കും. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വേവിച്ച മുരുവിറച്ചിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാന്താരിമുളകാണ്. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കാന്താരിമുളക് ഇല്ലേ പച്ചമുളക് എടുക്കാം. കറിവേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു മുരുവിറച്ചി റോസ്റ്റ് നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് എത്രത്തോളം റോസ്റ്റ് ചെയ്യാമോ അത്രത്തോളം റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ മുരുവിറച്ചി റോസ്റ്റ്, അതും ബീഫ് റോസ്റ്റിനെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് മുരുവിറച്ചി റോസ്റ്റ് തയ്യാറായി കിട്ടും. ഇനി മുരുവിറച്ചി കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.